ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 10 ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ്. ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 2-3 ദിവസമായി. ഈ ഒരു സീരീസ് നിങ്ങൾ കാണുന്നില്ല എങ്കിൽ, കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുമായിരിക്കും കൂടുതൽ സപ്പോർട്ട് ആവുന്നത് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല? ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഇത് റിലേറ്റ് ചെയ്തിട്ട്. കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട്? കേരളത്തിൽ മൊത്തം 5 ദേശീയോദ്യാനങ്ങളാണ് PSCയുടെ ഉത്തരം അനുസരിച്ചിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇത് സ്ഥാപിച്ചത് 1978-ലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളമാണ്. ഈ ഇരവികുളം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ്. ഇനി പിന്നെ പാലക്കാട് ജില്ലയിൽ അല്ലെങ്കിൽ ഇടുക്കി വിട്ട് ഒരേ ഒരു ദേശീയോദ്യാനം മാത്രമേ ഉള്ളൂ. അതേതാണ്? അത് പാലക്കാടുള്ള സൈലന്റ് വാലിയാണ്. നമ്മുടെ സൈലന്റ് വാലിയെ കേരളത്തിലെ ആമസോൺ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആമസോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ഈ സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗോദാവരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയല്ല ചോദിച്ചിരിക്കുന്നത്, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്നാണ്. അതാണ് ഗോദാവരി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചാലും, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതെന്ന് ചോദിച്ചാലും ആൻസർ ഗോദാവരിയാണ്. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നാണ് ഗോദാവരി അറിയപ്പെടുന്നത്. എന്തെന്നാണ്? ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതാണ് ഗോദാവരി. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഗോദാവരി. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഗോദാവരി. അത് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് ഗോദാവരിയാണ്. 1465 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. അപ്പൊ ഒന്നും കൂടി പറയാം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയതാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ഡെക്കാൻ മേഖലയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ഗോദാവരി. ആന്ധ്രാപ്രദേശിന്റെ ജീവരേഖ എന്ന് ഇതറിയപ്പെടുന്നു. 1465 കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഗോദാവരി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട ഭാഗത്തുള്ള ത്രയംബക് കുന്നുകളിൽ നിന്നാണ്. ഗോദാവരി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഗോദാവരി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ട ഭാഗങ്ങളുടെ ത്രയംബക കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി നമ്മുടെ ഗോദാവരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയാണ് മഞ്ചീര നദി. മഞ്ചീര എന്ന് പറയുന്ന പോഷക നദിയാണ് ഗോദാവരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോഷക നദി. ഇത് ഹൈദരാബാദിനും സെക്കന്ദരാബാദിനും ആവശ്യമായ കുടിവെള്ളം എത്തിക്കുന്ന പോഷക നദിയാണ് ഏത്? ഗോദാവരിയുടെ പോഷക നദിയായ മഞ്ചീര നദി. ദെൻ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു ആഘോഷമാണ് പുഷ്കാരം. ഏതാണ്? 12 വർഷത്തിൽ ഒരിക്കൽ ഗോദാവരി നദീതീരത്ത് നടത്തുന്ന ആഘോഷമാണ് പുഷ്കാരം. അപ്പൊ പുഷ്കാരം എന്ന 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ആഘോഷം ഏത് നദീതീരത്ത് വെച്ചാണ്? ഏത് നദീതീരത്ത് വെച്ചാണ്? പുഷ്കാരം നദീതീരത്ത് വെച്ചാണ്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ഗോദാവരിയെ പറ്റി പറയാനുള്ളത്. അടുത്തത്, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊച്ചറ റഷ്യയുടെ സഹായത്തോടെ ഫോം ചെയ്ത സ്റ്റീൽ പ്ലാന്റ് ആണ് ഏത്? നമ്മുടെ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്
പിന്നെന്താണ് പ്രത്യേകത? ജാർഖണ്ഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി സ്റ്റീൽ പ്ലാന്റ് ആണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ജംഷഡ്പൂരാണ്. ജംഷഡ്പൂരാണ് സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത്. ജംഷഡ്പൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല തമിഴ്നാട്ടില് 1830 ഫോം ചെയ്ത പോർട്ടനോവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി സ്ഥാപിതമായത് 1870 കുൾട്ടിയാണ്. അത് ബംഗാളിലാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ്? അത് പോർട്ടനോവയാണ്, തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി എവിടെയാണ്? കുൾട്ടിയിലാണ്, 1870 ബംഗാളില്. ലോകത്തിൽ സ്റ്റീൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. 2ാം സ്ഥാനത്താണ് എന്ത്? ലോകത്തിൽ സ്റ്റീൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2ാം സ്ഥാനമാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയാണ്. അത് 1923 ഫോം ചെയ്തത്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാലയാണ്. ഈ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഭദ്രാവതി നദീതീരത്താണ്. ഭദ്രാവതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്ക് ശാലയാണ് വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് ശാല. ഇന്ത്യയിലെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? അത് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഈ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥിതി ചെയ്യുന്നത് സുവർണരേഖ നദീ തീരത്താണ്. സുവർണരേഖ നദിയുടെ തീരത്താണ് ടിസ്കോ സ്ഥിതി ചെയ്യുന്നത്. ടിസ്കോ സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ആണ് ടിസ്കോ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? അത് ടിസ്കോയാണ്. ഇനിയും കൂടുതലായിട്ട് ഇരുമ്പുരുക്ക് ശാലയെ പറ്റി പഠിക്കാനുണ്ട്. നിങ്ങൾ SCERT ഫാക്ട്സ് ഒക്കെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തര മഹാസമതലം. ഈ ഉത്തര മഹാസമതലം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ധാന്യപുര എന്നാണ് ഉത്തര മഹാസമതലം അറിയപ്പെടുന്നത്. അതുമാത്രമല്ല ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഉത്തര മഹാസമതലം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതാണ്? എക്കൽ സമതലം? ഉത്തര മഹാസമതലമാണ്. ഇനി രാജസ്ഥാനിൽ കാണപ്പെടുന്ന ഉത്തര മഹാസമതലത്തിന്റെ ഭാഗമാണ് മരുസ്ഥലി ബാഗർ. ഏതാണ്? മരുസ്ഥലി ബാഗർ എന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ് ഇത് കാണപ്പെടുന്നത്. ഇത് ഉത്തര മഹാസമതലത്തിന്റെ ഭാഗമാണ്. ഉത്തര മഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് ഥാർ മരുഭൂമി. നിങ്ങൾക്കറിയാം ഥാർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പോൾ ഉത്തര മഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയാണ് ഥാർ മരുഭൂമി. ഇനി ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഉത്തര മഹാസമതലമാണ്. ഓക്കെ ആണല്ലോ. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് നടന്നത്. 2018 ജനുവരി 12 ആദ്യ സമ്മേളനം നടന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ്. പ്രഥമ ലോക കേരള സഭയുടെ ആപ്തവാക്യം എന്താണ്? ഒന്നിക്കാം, സമ്പദിക്കാം, മുന്നേറാം. ഒന്നിക്കാം, സമ്പദിക്കാം, മുന്നേറാം. ഓക്കെ ആണല്ലോ. എല്ലാം തിരുവനന്തപുരം ജില്ലയിലാണ് ലോക കേരള സഭ നടക്കുന്നത്. അടുത്തത് കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ്. വെല്ലിംഗ്ടൺ ഐലൻഡ്. ഈ വെല്ലിംഗ്ടൺ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ്? വേമ്പനാട്ട് കായലിലാണ്.
വെല്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, പാതിരാമണൽ എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് കായലിലാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലാണ്. വെല്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, പാതിരാമണൽ എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലാണ്. ബില്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റോയാണ്. വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ കാര്യാലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ കാര്യാലയം സ്ഥിതി ചെയ്യുന്നതും വെല്ലിംഗ്ടൺ ഐലൻഡിലാണ്. വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ കാര്യാലയം സ്ഥിതി ചെയ്യുന്നത്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം എവിടെയാണ്? രാമേശ്വരത്താണ് ജന്മസ്ഥലം. പീപ്പിൾസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാമാണ്. ഹൂവർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അതും APJ അബ്ദുൽ കലാമാണ്. അബ്ദുൽ കലാമിന് ഇന്ദിരാഗാന്ധി ദേശീയോദ്ഗ്രഥന പുരസ്കാരം ലഭിച്ചത് 1997 അപ്പോൾ അബ്ദുൽ കലാമിന് ഇന്ദിരാഗാന്ധി ദേശീയോദ്ഗ്രഥന പുരസ്കാരം ലഭിച്ചത് എന്നാണ്? 1997. ഇനി APJ അബ്ദുൽ കലാം ജനിച്ചത് രാമേശ്വരത്താണ്. എവിടെ വെച്ചാണ് മരിച്ചത്? മേഘാലയയിലെ ഷില്ലോങ്ങിൽ വെച്ചിട്ടാണ് മരിച്ചത്. മേഘാലയയിലെ ഷില്ലോങ്ങിൽ വെച്ചിട്ടാണ് മരിച്ചത്. APJ അബ്ദുൽ കലാമിന്റെ പേരിൽ യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാടാണ് യൂത്ത് അവാർഡ് ഏർപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, മാരക വൈറസ് രൂപമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മലേഷ്യയിലാണ് റിപ്പോർട്ട് ചെയ്തത്. നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത വർഷം 1998. 1998 നിപ്പ ആദ്യമായി മലേഷ്യയിൽ റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 2018. 2018 എവിടെയാണ്? കോഴിക്കോടാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 2001 സിലിഗുരിയിലാണ്. സിലിഗുരി എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. നിപ്പ വൈറസ് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് കാവ് ബിങ്ചുവയാണ്. അപ്പോൾ എന്താണ് പഠിക്കാനുള്ളത്? 1998 നിപ്പ വൈറസ് ആദ്യമായിട്ട് മലേഷ്യയിൽ കണ്ടെത്തിയത്. ഇത് തിരിച്ചറിഞ്ഞത് കാവ് ബിങ്ചുവയാണ്. ദെൻ 2018 കേരളത്തിൽ കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തത്. 2001 ഇന്ത്യയിൽ ആദ്യമായിട്ട് നിപ്പ റിപ്പോർട്ട് ചെയ്തത് സിലിഗുരിയാണ്. സിലിഗുരി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. അടുത്തത്, ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയ ചരിത്രകാരൻ ആരാണ്? അത് വാലന്റൈൻ ഷിറോളാണ്. ആരാണ്? വാലന്റൈൻ ഷിറോള്. നമുക്കറിയാം ലോകമാന്യ എന്നാണ് ബാലഗംഗാധര തിലക് അറിയപ്പെടുന്നത്. ലോകമാന്യ ബാലഗംഗാധര തിലക്. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. പരീക്ഷയ്ക്ക് ചോദിക്കും, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ആരുടെ മുദ്രാവാക്യം? ബാലഗംഗാധര തിലകിൻ്റെതാണ്. തിലകാണ് 1885 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചത്. പൂനെ കേന്ദ്രമാക്കിയിട്ടാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചത്. ദെൻ കോൺഗ്രസ് വാർഷിക സമ്മേളനത്തെ INC സമ്മേളനത്തെ അവധിക്കാല വിനോദ പരിപാടി എന്ന് പരിഹസിച്ചത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകാണ് അവധിക്കാല വിനോദ പരിപാടി എന്ന് INCയുടെ സമ്മേളനത്തെ, വാർഷിക സമ്മേളനത്തെ പരിഹസിച്ചത്. ദെൻ ബാലഗംഗാധര തിലക് ആധുനിക ഇന്ത്യയുടെ പിതാവെന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചു. ആധുനിക ഇന്ത്യയുടെ പിതാവെന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ബാലഗംഗാധര തിലകാണ്. അപ്പം അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ അടുത്ത ചോദ്യം, ലോക തണ്ണീർത്തടം ദിനം എന്നാണ് തണ്ണീർത്തട ദിനം? ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് 2023 വരെയുള്ള പ്രമേയങ്ങൾ പഠിച്ചിരിക്കണം തണ്ണീർത്തട ദിനത്തിന്റെ. 2022 മനുഷ്യർക്കും പ്രകൃതിക്കും വേണ്ടിയുള്ള തണ്ണീർത്തട പ്രവർത്തനങ്ങൾ എന്നാണ്. 2021 തണ്ണീർത്തടങ്ങളും ജലവും എന്നാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 2017. എന്താണ്?
2017 ഇന്ത്യയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. മറക്കരുത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട്സുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.